കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ കുഴിച്ചുമൂടിയ കേസിൽ പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങൾ വിജിലിന്റേത് തന്നെയാണെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. വിജിലിന്റെ സുഹൃത്തുക്കളായ 3 പേരാണ് ഈ കേസിലെ പ്രതികൾ. വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ തിരോധാനവും പിന്നീടിങ്ങോട്ട് മികവുറ്റ അന്വേഷണത്തിലൂടെ എലത്തൂർ പോലീസ് ഉണ്ടാക്കിയ വഴിത്തിരിവുകളും 6.5 വർഷങ്ങൾക്കിപ്പുറം സരോവരത്തെ ചതുപ്പിൽ നിന്ന് പോലീസ് കുഴിച്ചെടുത്ത നിർണായക തെളിവുകൾ. അന്വേഷണ സംഘത്തെ തേടി സംസ്ഥാന പോലീസ് മേധാവിയുടെ ബഹുമതിയും എത്തിയ കേസ്. ചതുപ്പിൽ ദിവസങ്ങളുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ കുഴിച്ചെടുത്ത അസ്ഥിഭാഗങ്ങൾ വിജിലിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിൽ ഉറപ്പിച്ചതോടെയാണ് പോലീസ് തുടർ നടപടികൾ വേഗത്തിലാക്കുന്നത്. വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിൽ, രഞ്ജിത്ത്, ദീപേഷ് എന്നിവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയത് നരഹത്യ, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. സരോവരത്ത് വെച്ച് പ്രതികൾക്കൊപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടെ വിജിൽ മരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളിൽ ഒരാൾ വിജിലിന്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ കുത്തിവെക്കുകയായിരുന്നു. പിന്നീട് സത്യം പുറത്തറിയാതിരിക്കാനാണ് വിജിലിനെ ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തിയതെന്നാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത്. അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തത് 6.5 വർഷങ്ങൾക്കിപ്പുറമായതിനാൽ ലഹരി ഉപയോഗം ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയും ശേഖരിച്ച അനുബന്ധ തെളിവുകളും അടിസ്ഥാനമാക്കിയാണ് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത്. കേസ് അന്വേഷിച്ചത് എലത്തൂർ പോലീസാണെങ്കിലും കൃത്യം നടന്നത് സരോവരത്തായതിനാൽ കേസ് നടക്കാവ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ അനുമതി ലഭിച്ചാൽ കുറ്റപത്രം എലത്തൂർ പോലീസ് തന്നെ സമർപ്പിക്കും. 2019 മാർച്ച് 24-നാണ് ഉടൻ തിരിച്ചെത്താമെന്ന് അമ്മയോട് പറഞ്ഞ് വിജിൽ വീട്ടിൽ നിന്നിറങ്ങിയത്. സുഹൃത്തിന്റെ ഫോൺ കോൾ ലഭിച്ചതാണ് വീട്ടിൽ നിന്ന് പോകാൻ കാരണം. പിന്നീട് ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ കുഴിച്ചുമൂടുകയായിരുന്നു. സത്യം മൂടിവെക്കാൻ പ്രതികൾ നടത്തിയത് വൻ ആസൂത്രണം. വിജിലിനെ ചതുപ്പിലൂടെ വലിച്ചിഴച്ച് ചവിട്ടിത്താഴ്ത്തി പൊങ്ങി വരാതിരിക്കാൻ ശരീരത്തിൽ കല്ലുകൾ കെട്ടി. തൊട്ടടുത്തു തന്നെയായി ഒരു വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരുന്നു. ഇവിടെ നിന്നാണ് കല്ലുകൾ എടുത്തത്. വിജിൽ നാടുവിട്ടെന്ന് വരുത്തി തീർക്കൽ അടുത്തത്. അതിനായി വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടിട്ടു. പ്രതികൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. വിജിലിന്റെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയതറിഞ്ഞ് പ്രതികൾ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുക പോലും ചെയ്തിരുന്നു. ഓരോ മിസ്സിംഗ് കേസും കൊലപാതക സാധ്യത മുൻനിർത്തി അന്വേഷിക്കണമെന്ന സിറ്റി പോലീസ് തീരുമാനത്തിന് പിന്നാലെയാണ് വിജിൽ തിരോധാന കേസിലെ അന്വേഷണത്തിന് വേഗത കൈവന്നത്. സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യൽ. അങ്ങനെയാണ് പ്രതികൾ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ ഓരോന്നും പോലീസ് കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.